ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് റിഫ്രഷിംഗ് ലൈഫ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ യാത്രയിലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് ബാംഗ്ലൂർക്ക് പോവുകയാണ്. താരൂൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. രാവിലെയാണ് ഫ്ലൈറ്റ്, അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഞാനും ഐഷുവും ഞങ്ങളുടെ രണ്ടുപേരുടെയും ബോർഡിംഗ് പാസ് ഡിജി യാത്രയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊസീജിയേഴ്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റായിരുന്നു, സ്മൂത്തായിരുന്നു. താരൂന് ആധാർ കാർഡ് അങ്ങനത്തെ മറ്റ് ID കാർഡ്സ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിജി യാത്രയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവരുടെ ബോർഡിംഗ് പാസ് ഞങ്ങളുടെ കൂടെ തന്നെ കാണിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ കടന്നു പോകാൻ പറ്റി. ഹലോ, അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ടൈം ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി കൊണ്ടിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടി. ഇന്നുള്ളതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയോറിറ്റി കിട്ടി. പറ്റുന്നു ഡിജി യാത്ര ഉണ്ടായിരുന്നു. ഡിജി യാത്ര ഭയങ്കര ഫാസ്റ്റായിരുന്നു. പക്ഷേ താരൂന് ഡിജി യാത്ര ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ബോർഡിംഗ് പാസ് വരെ കാണിച്ചു കൊടുത്തു കയറുന്ന സമയത്ത്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും സ്മൂത്തായിരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തിട്ട് അവൾക്ക് ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചെറിയ രീതിയിൽ എന്തൊക്കെയോ അവിടെ തോണ്ടി പിടിച്ച് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പലപ്പോഴും കുട്ടികളൊക്കെ കരഞ്ഞ് വിളിച്ച് ബഹളം ഉണ്ടാക്കി പേരൻസ് അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്നുള്ള ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് കുട്ടികൾക്ക് ഫീഡ് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് വലിയ താമസമില്ലാതെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. സാൻഡ്വിച്ചാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്.
അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. കൊച്ചി ടു ബാംഗ്ലൂർ ആക്ച്വലി വളരെ ഷോർട്ട് ഫ്ലൈറ്റാണ്. 50 മിനിറ്റ്സ് ടു 1 hour നമ്മൾ കയറി ഇറങ്ങും. ലാൻഡ് ചെയ്തപ്പോൾ തന്നെ താരു ഉണർന്നു. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അവൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഫ്ലൈറ്റിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് ബാഗേജ് കളക്ട് ചെയ്യണം. വലിയ താമസമില്ലാതെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. Tata, Taru, bye. Bye. നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തി. വലിയ താമസമില്ലാതെ ലഗേജ് കളക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ടാക്സി വിളിക്കുക, വീട്ടിലേക്ക് പോവാം. സാറ്റർഡേ മോർണിംഗ് ആയിരുന്നുകൊണ്ട് നമുക്ക് ഊബർ ബുക്ക് ചെയ്തിട്ട് കിട്ടാനായിട്ട് വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അധികം ക്യൂ ഉണ്ടായിരുന്നില്ല. ഏതായാലും പെട്ടെന്ന് വണ്ടി കിട്ടി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.